നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ ഒരു പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന തമ്മിലി പറഞ്ഞിട്ടുണ്ട് 100 രൂപ ചെലവിനകത്ത് 3 ദിവസം കൊണ്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു കിട്ടില്ല വൈനാണ്. ആദ്യമായിട്ട് നമ്മുടെ ചാനലാണെന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനു മുമ്പ് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന പേരക്കയും അത് മറ്റ് ഫ്രൂട്ട്സൊക്കെ കൊണ്ട് നമ്മൾ എങ്ങനെ അടിപൊളി മൊജിറ്റോസ് ജ്യൂസൊക്കെ ഉണ്ടാക്കുന്ന റെസിപ്പീസൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കാണണം. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് നോക്കാം. നമ്മുടെ വൈന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്ന മുന്തിരിയാണ്. നല്ല പഴുത്ത ബ്ലാക്ക് മുന്തിരി, ബ്ലാക്ക് ഗ്രേപ്സ് ആണ് മേടിക്കുന്നത്. നിങ്ങൾക്ക് അതിന് പകരം പൈനാപ്പിൾ യൂസ് ചെയ്യാം. ആ മുന്തിരി നല്ല കഴുകി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലോട്ട് മാറ്റുക. മുന്തിരി മേടിക്കുമ്പോൾ നല്ല പഴുത്ത മുന്തിരി നോക്കി സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ 1 കിലോ മുന്തിരിക്ക് എനിക്ക് 60 രൂപയായത്. ഇനി ഞാനത് ആഡ് ചെയ്യുന്നത് പഞ്ചസാരയാണ്. 1 കിലോ മുന്തിരിക്ക് 300 ഗ്രാം പഞ്ചസാര. നിങ്ങൾ അധികം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി ഡബിൾ ചെയ്താൽ മതി. 300 ഗ്രാം പഞ്ചസാര ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1/2 ലിറ്റർ വെള്ളം ഒഴിക്കുകയാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഗ്രാമ്പൂ, പട്ട, അതോടൊപ്പം തന്നെ ഏലക്ക. അത് വെള്ളത്തിലോട്ട് അങ്ങോട്ട് ഇട്ടതിന് ശേഷം ഇതിനെല്ലാം നല്ലൊരു സ്പൂൺ എടുത്തിട്ട് നല്ല വൃത്തിയായിട്ടൊരു തവി എടുത്തിട്ട് ഇളക്കി കൊടുക്കുക. നല്ലൊരു ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്യാസ് അങ്ങോട്ട് കത്തിക്കുക. ഇതിനെടുത്ത് മേളി വെച്ചിട്ട് ഒന്ന് തിളയ്ക്കാൻ വെച്ചേക്കുക. മുന്തിരിയിൽ നല്ലപോലെ തിളച്ച് വെന്ത് വരും. ഒരു 10-15 മിനിറ്റ് ഒന്ന് കാത്തിരിക്കുക. നല്ല മുന്തിരി അങ്ങനെ സൂപ്പറായിട്ട് വെന്ത് വരട്ടെ. മുന്തിരിങ്ങ അടുപ്പിൽ കയറ്റി വെച്ചിട്ട് സീരിയലൊന്നും കാണാൻ പോയിരുന്ന കളയിൽ. കാരണം വെച്ചാൽ നമ്മുടെ മുന്തിരി ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുമ്പോൾ കൂടെ തവിയിട്ട് ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ സാധനം മൊത്തം കുളവായി പോകും. അങ്ങനെ മുന്തിരി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുന്തിരി തിളച്ചിരുന്നിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് ആകുമ്പോൾ ഈ ഒരു പരുവത്തിൽ ഇത് വെന്ത് സെറ്റായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനെ ഇനി എന്താണെന്ന് അറിയോ, ഒരു 2-4 മണിക്കൂർ തണുക്കാൻ വേണ്ടി അങ്ങ് മാറ്റി വെച്ചിരിക്കണം. തണുത്ത് കഴിഞ്ഞ് ഏകദേശം ഈ ഒരു പരുവത്തിലെത്തും. ഞാൻ മേടിച്ചത് സാധാ മുന്തിരി ആയതുകൊണ്ടാണ് കളറില്ലാത്തത്. നിങ്ങൾക്ക് ജ്യൂസ് ഗ്രേപ്പ് മേടിച്ചാൽ ഇച്ചിരി കൂടെ കളർ കിട്ടും. നല്ല തണുത്ത് സെറ്റായ നമ്മുടെ ബോയിൽ ചെയ്ത മുന്തിരിയെ ഒരു ഗ്ലാസ് ജാറിലോ ഒരു കുപ്പിപ്പരണിയിലോ അല്ലെങ്കിൽ ഒരു ഭരണിയിലോട്ട് മാറ്റും. ഞാനൊരു ചെറിയൊരു ബക്കറ്റിലോട്ടാണ് മാറ്റിയത്. അതിനെ മാറ്റിയതിന് ശേഷം ഇതിനെ ഒന്നും കൂടെ തവിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. നല്ല അടിപൊളിയായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിലായിരിക്കും അതിരിക്കുന്നത്. അതിനുശേഷം ഒരു കോട്ടൺ തുണി വല്ല എടുത്ത് അതിൻ്റെ മോൾ ഭാഗം അങ്ങോട്ട് അടച്ച് കെട്ടി അങ്ങോട്ട് വെക്കുക. അത് കഴിഞ്ഞ് 8 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യത്തോളൂ. കട്ട വെയിറ്റിംഗ്. കാലത്ത് 4:30 കറക്റ്റ് നമ്മൾ ബോയിൽ ചെയ്തിട്ട് 8 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമ്മളത് ആഡ് ചെയ്യാൻ പോകുന്ന ഈസ്റ്റാണ്. 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, അതായത് 10 രൂപയുടെ ഈസ്റ്റിൻ്റെ പാക്കറ്റ് ഇട്ടു. അതിൻ്റെ പകുതി ഈസ്റ്റ് ഇടുക. ഈ ഈസ്റ്റിനെ ആക്റ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ അതേ അളവിൽ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയോട് ആഡ് ചെയ്തതിനു ശേഷം ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് വാം വാട്ടറാണ്. വാം വാട്ടർ ആഡ് ചെയ്തിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിനകത്ത് കട്ട വല്ലതും ഉണ്ടെങ്കിൽ കട്ടയെല്ലാം അലിയുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് കഴിഞ്ഞിട്ട് ഇതിനെ അങ്ങോട്ട് 10 മിനിറ്റ് അങ്ങോട്ട് മാറ്റി വെച്ചേക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ ഏതാണ്ട് നമ്മുടെ ഈ ഒരു പരുവത്താവും. 10 എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അരമണിക്കൂറൊന്നും ആക്കി കളയരുത്. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ഈസ്റ്റിനെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഇന്നലെ വേവിച്ച് വെച്ച മുന്തിരി എടുത്ത് താത്ത് വെച്ചിട്ട് ആ മേളത്തെ കെട്ടൊക്കെ ഉണ്ടായിരിക്കും നോക്കാം മുന്തിരി ഏത് പരുവമാണ്. 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മുന്തിരി ഈ ഒരു പരുവത്തിലായിരിപ്പുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈസ്റ്റിനെ ഒഴിക്കുകയാണ്. ഈസ്റ്റിനെ നല്ലപോലെ ഒഴിച്ചതിന് ശേഷം നല്ല വൃത്തിയുള്ളൊരു തവി എടുത്തിട്ട് ഇതിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈസ്റ്റ് എല്ലായിടത്ത് കലങ്ങുന്ന രീതിയിൽ വൃത്തിയായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ നമ്മൾ വീണ്ടും ആ തുണി കൊണ്ട് കെട്ടി മൂടി വെക്കുക. ഇനി നമ്മൾ 2ാമത്തെ ദിവസമാണ് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇടുന്നത്. അതുകൊണ്ട് വൃത്തിയായിട്ട് എറുമ്പൊന്നും കയറാതെ മൂടി വെക്കേണ്ടതാണ്. നമ്മുടെ മുന്തിരി വെച്ചിട്ട് 2ാമത്തെ ദിവസം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഗോതമ്പാണ്. വേണം നിങ്ങൾക്കൊന്ന് പൊടിച്ചിടാം, സൂചി ഗോതമ്പ് ആഡ് ചെയ്യാം. ഞാൻ സാധാ ഗോതമ്പിനെ ഇട്ടിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അത് അടുത്ത ദിവസം, അതായത് 3ാമത്തെ ദിവസം നമ്മുടെ വീഞ്ഞ് റെഡി. 3ാമത്തെ ദിവസം നമ്മുടെ വീഞ്ഞ് നമ്മുടെ 3 ദിവസത്തെ കാത്തിരിപ്പിന് വലന്ന് കാണാൻ പോവുകയാണ്. നമ്മളിതിനെ എടുത്തിട്ട് കെട്ടൊക്കെ ഒന്ന് അഴിച്ചിട്ട് ഒന്ന് അടിപൊളിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈ ഗോതമ്പൊക്കെ ഇട്ടുകൊണ്ട് നല്ല വീര്യം വരും ഇതിന് കേട്ടോ. നല്ല വീര്യമൊക്കെ വന്ന് നല്ല മണം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പയിൽ ഇതിനെ അരിച്ചെടുക്കാം. നേരെ ഒരു അരിപ്പയിൽ ഒഴിച്ചിട്ട് പതുക്കെ ഒരു സ്പൂണിൻ്റെ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമക്കി ആ ജ്യൂസ് മൊത്തം അങ്ങ് ഊറ്റിയെടുക്കാം. നല്ല അടിപൊളി സാധനമാണ്. നമ്മുടെ വൈൻ കുടിക്കാൻ വേണ്ടി അഖിൽ കാസർഗോഡ് നിന്ന് വണ്ടിയും വിളിച്ചെത്തിയിട്ടുണ്ട്. അഖിൽ തന്നെ കുടിപ്പിക്കാം ആദ്യം. വീട്ടിലുണ്ടാകുമ്പോൾ കളർ കുറവായിരിക്കും, മനസ്സിലായി. വേറെ സെന്നപ്പൊന്നും ചേർക്കുന്നില്ല. അങ്ങനെ അതാണ് അല്ല അഡാറ് വീഞ്ഞ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത്. എന്നാ ടേസ്റ്റ്,
കട്ടിപ്പ സാധനം. അകലെ 2 ഗ്ലാസ് ടപ്പേന്ന് അടിച്ച്. ഒരു ഇത്തിരി കളർ കുറവുണ്ടായിരുന്നു, കാരണം അത് ഞാൻ ജ്യൂസ് ഗ്രേപ്പ് അല്ല മേടിച്ചത്, സാധാ ഗ്രേപ്പ് മേടിച്ചത്. നിങ്ങൾ ജ്യൂസ് ഗ്രേപ്പ് മേടിച്ചാൽ നല്ല കളർ കിട്ടും. എനിക്ക് മൊത്തം കൊണ്ട് 96 രൂപയായിട്ടുള്ളൂ, കാരണം 1/2 കിലോ മുന്തിരി ഞാൻ മേടിച്ചു, 300 ഗ്രാം പഞ്ചസാര മേടിച്ചു, കുറച്ച് പട്ട, ഗ്രാമ്പു, പിന്നെ കുറച്ച് ഗോതമ്പ്, ബാക്കിയൊക്കെ വീട്ടിലുള്ള സാധനങ്ങളാണ് ചെയ്തത്. വേറെ 90 സംതിങ് രൂപയ്ക്ക് അടിപൊളി വീഞ്ഞ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേരെ.